അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ അടുത്തായിട്ട് ന്യൂസ് ചാനലിലൂടെ എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു ന്യൂസ് ഉണ്ട്. വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു ന്യൂസും കൂടി എന്ന് നമുക്ക് പറയാം. കാരണം കേരള ജനത ഒന്നാകെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഈ അടുത്തായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നത്. അതായത് അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അതായത് സൗദി ജയിലിൽ കഴിയുന്ന ആ ഒരു വിഷയം എല്ലാവർക്കും നിലവിൽ അറിയുന്ന ഒരു വിഷയം കൂടിയാണ്. മാത്രമല്ല, അന്ന് കേരള മലയാളികൾ ഒന്നടങ്കം ചേർന്ന് എല്ലാവരും ആ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് ഏകദേശം 34 കോടിയാണ് വേണ്ടതെങ്കിലും 40 കോടിക്കടുത്തായിട്ട് എല്ലാവരും പിരിപ്പിച്ച് നൽകിയിട്ടുണ്ടായിരുന്ന ഒരു സംഭാവനയാണ്. അവർ പണം അവിടെ കൊടുക്കുകയും അദ്ദേഹത്തിന് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ച് നിന്ന് സംസാരിക്കുകയും വേണ്ട രീതിയിലുള്ള നടപടികൾ എടുക്കുകയുണ്ടായിരുന്നിട്ട് പോലും അന്ന് അതിന് സാധിച്ചിട്ടില്ലായിരുന്നു. അതായത് മോചനത്തിന് വേണ്ടി സാധിച്ചില്ലായിരുന്നു. പക്ഷേ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്തായിട്ട് ഒരു ന്യൂസ് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇതുപോലെയായിരുന്നു. അത് നമുക്ക് ആ ഒരു ന്യൂസ് കേട്ട് നോക്കാം. ഇപ്പോൾ വാക്കിലേക്ക് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം ഉടൻ ഉണ്ടാകും. മെയ് 19 ശിക്ഷാ കാലാവധി അവസാനിക്കുന്നതോടെ അബ്ദുൾ റഹീം ജയിൽ മോചിതനാകുമെന്നും മെയ് 20 റഹീം നാട്ടിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നതായി ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. സൗദി ബാലനെ കൊലപ്പെടുത്തിയ കേസിലാണ് റഹീം അറസ്റ്റിലാകുന്നത്. ഷംന അശോക് ചേരുകയാണ്. ഷംന, ഒടുവിൽ പ്രതീക്ഷ നൽകുന്ന വിവരങ്ങൾ വരികയാണ്. എന്താണ് വിശദാംശങ്ങൾ? റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ഇന്ന് ആക്ഷൻ കൗൺസിൽ ഒരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം റഹീമിന്റെ ശിക്ഷാ കാലയളവായി 20 വർഷം പൂർത്തിയാകുന്നത് 2026 മെയ് 19 അന്നേ ദിവസം തന്നെ പേപ്പർ വർക്കുകൾ മുഴുവൻ പൂർത്തിയാക്കുകയാണെങ്കിൽ 20-ാം തീയതി തന്നെ റഹീമിനെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആക്ഷൻ കൗൺസിൽ പങ്കുവെക്കുന്നത്. ഇതിന് തൊട്ടു മുൻപ് തന്നെ സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീം ഉടൻ ജയിൽ മോചിതനാകും. റഹീമിന്റെ ശിക്ഷാ കാലാവധി ഈ മാസം 20 അവസാനിക്കും. അനിസലിയുടെ വാർത്ത വിശദാംശങ്ങളുമായി. അനീസ്, അങ്ങനെ കേരളക്കാരെ ഒന്നാകെ കാത്തിരുന്ന ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ മാസം 20 അദ്ദേഹം ജയിൽ മോചിതരാകുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മലയാളികൾ ഒന്നടങ്കം ചേർന്ന് 34 കോടിയോളം രൂപയാണ് സമാഹരിച്ച് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നാടകീയമായ പല രംഗങ്ങളും നമ്മൾ കണ്ടിരുന്നു. കോടതി പലതവണ ഈ കേസ് മാറ്റിവെക്കുന്നതൊക്കെ കണ്ടിരുന്നു. അവസാനം ഇതാ ആ ദിവസം അങ്ങ് എത്തുന്നു എന്നുള്ളതാണ് അല്ലെ അനിസലി? തീർച്ചയായും റഹീമിനെ സംബന്ധിച്ചിടത്തോളം 20 വിലപ്പെട്ട വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം പുറത്തിറങ്ങുന്നത്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് വധശിക്ഷയാണ് വിധിക്കപ്പെട്ടിരുന്നത്. അതിനുശേഷം മലയാളികളുടെ കാരുണ്യ പ്രവാഹത്തിന്റെ ഫലമായിക്കൊണ്ടാണ് ഈ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറാക്കുന്നത്. അതായത് ഒരു സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിലാണ് റഹീം ജയിലിൽ കഴിയുന്നത്. അവരുടെ ഈ ബാലന്റെ കുടുംബം ദയാകരം സ്വീകരിച്ച് മാപ്പ് നൽകാൻ ഓക്കെ, ഏതായിട്ടും നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. എന്നാലും നമുക്ക് വളരെ സന്തോഷമാണ്. മാത്രമല്ല, മെയ് 19 തീയതിയാണ് ആ ഒരു ജയിൽ കാലാവധി ശിക്ഷ അവസാനിക്കുന്നത് എന്നും കൂടിയാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. 20-ാം ദിവസം ഇവിടേക്ക് എത്തും എന്നാണ് പറയുന്നുള്ളത്. പക്ഷേ എത്രത്തോളം ഇതിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഏതായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദുആ ചെയ്യുക, മറ്റൊന്നും തന്നെയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്നെ റഹീമിന് നാട്ടിലേക്ക് എത്താനും തൻ്റെ കുടുംബത്തിൻ്റെ കൂടെ കഴിയാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉമ്മയുടെ കരച്ചിലൊക്കെ നമ്മൾ പല വീഡിയോകളിലും മറ്റ് ന്യൂസ് ചാനലിലൂടെയൊക്കെ നമുക്ക് കണ്ടതാണ്. ആ ഉമ്മയെ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു വധശിക്ഷയിൽ നിന്ന് ഒഴിവായത് എന്നും കൂടി നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ട ചില വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരുടെയും പേര് അറിയുന്നില്ലെങ്കിൽ പോലും ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേരള മലയാളികൾ എന്ന് നമുക്ക് ഒരു വാക്ക് പറയാം. അതായത് കേരള ജനങ്ങൾ ഒന്നിച്ച് നിന്നിട്ടാണ് ഇവർ ദൗത്യം അന്ന് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 34 കോടി എന്ന് വെച്ചാൽ 40 കോടിൻ്റെ അടുത്തോളം എല്ലാവരും കട്ടക്ക് നിന്നിട്ട് അതിന് വേണ്ടതായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബോച്ചൊക്കെ ആ ടൈമിലൊക്കെ 1 കോടിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ പിരിയിപ്പിച്ച് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബോക്സുമായിട്ട് കയ്യിൽ പിടിച്ചു പോയി. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയുന്ന ഒരു വിഷയം കൂടിയാണ്. ഈ അടുത്ത് മറ്റേ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞു. ആരോ ചോദിക്കുന്നുണ്ട്, അതായത് ഈ മറ്റേ വധശിക്ഷ റഹീമിനെ പറ്റിയിട്ട് എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ ബോച്ച പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് ഈ വീഡിയോ വേണ്ട ചെയ്യാം. ഈ വീഡിയോ ഞാൻ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് ഈ വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ട് റീസൺ തന്നെ ഞാൻ മുമ്പ് ഈ റഹീമിൻ്റെ കേസ് വരുന്ന സമയത്ത് വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു വിഷയം കൂടി കേട്ട് നോക്കാം. അതായത് ബോച്ച പറയുന്ന കാര്യങ്ങൾ. നമ്മുടെ അബ്ദുൾ റഹ്മാന്റെ മോചനം ഉടനെ ഉണ്ടാവുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം അയാളുടെ ശിക്ഷ തീരാറായി. കാരണം അബ്ദുൾ റഹീമിന്റെ മോചനം ഉടനെ വധശിക്ഷ രക്ഷപ്പെട്ടു. ഞായറാഴ്ച യാത്ര 1 കോടി രൂപ കൊടുത്തുകൊണ്ട് 34 കോടിക്ക് 40 കോടി വധശിക്ഷ നേരത്തെ ഒഴിവായിരുന്നു. പക്ഷെ വധശിക്ഷ കഴിഞ്ഞാൽ അവിടുത്തെ പബ്ലിക് ശിക്ഷ 20 വർഷമാണ്. എന്തായാലും പിന്നെ അടുത്ത ആഴ്ച എത്തുന്നതാണ് കേൾക്കുന്നത്.
ഓക്കെ, ഏതായിട്ടും ഇതിനു വേണ്ടി സഹകരിച്ച കുറേ ആൾക്കാരുണ്ട്. പേരും എടുത്ത് പറയാൻ കഴിയില്ല, അത്രയും ആൾക്കാരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരെ വീഡിയോ താൽക്കാലികമായിട്ട് ഇവിടെ നിർത്തിവെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറായ നിലയ്ക്കെല്ലാം എത്തിച്ച് തരുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളെല്ലാവരും പ്രത്യേകിച്ചിട്ട് ദുആ ചെയ്യുക.